നമസ്കാരം. വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന ഇന്ത്യൻ പ്രവാസികളുടെ കണക്കെടുത്താൽ അതിൽ നല്ലൊരു ശതമാനവും നമ്മുടെ മലയാളികൾ തന്നെയായിരിക്കും. ആയിരക്കണക്കിന് പേരാണ് ജീവിത സ്വപ്നങ്ങളുമായി UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് ദിവസേന വിമാനം കയറുന്നത്. ലക്ഷക്കണക്കിന് പ്രവാസികളാണ് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്തു വരുന്നത്. ഒമാനിൽ പ്രവാസികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിൽ സ്വദേശീവൽക്കരണം നടപ്പാക്കുന്നുവെന്നാണ് വിവരം. ഇത് സ്വാഭാവികമായും പ്രവാസികളെ ബാധിക്കും. എല്ലാ സ്ഥാപനങ്ങളിലും 1 വർഷത്തിനുള്ളിൽ ഒമാനി പൗരന്മാരെ നിയമിക്കണമെന്നാണ് മന്ത്രാലയം പറയുന്നത്. വിദേശ നിക്ഷേപ നടപടികൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനം. ഗാർഹിക തൊഴിലാളികൾക്കും മറ്റു തൊഴിലാളികൾക്കും വാണിജ്യ രജിസ്ട്രേഷൻ അപേക്ഷിക്കാൻ കഴിയില്ല. ഒമാന്റെ സാമ്പത്തിക വികസനം ലക്ഷ്യമിട്ടാണത്രേ പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. വിദേശ നിക്ഷേപ നടപടികൾ മെച്ചപ്പെടുത്തുന്നതിനും സേവനങ്ങൾ എളുപ്പത്തിലുമാക്കുന്നതിനൊക്കെയായിട്ട് കഴിഞ്ഞ 1 വർഷത്തിനിടെ പല നടപടികളും ഭരണകൂടം സ്വീകരിച്ചു വന്നിരുന്നു. സ്ഥാപനങ്ങളിൽ 1 വർഷത്തിനുള്ളിൽ സ്വദേശികൾക്ക് തൊഴിൽ നൽകണമെന്നാണ് പറയുന്നത്. വാണിജ്യ വ്യവസായ നിക്ഷേപണ പ്രോത്സാഹന മന്ത്രാലയമാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. വിദേശ നിക്ഷേപം എളുപ്പമാക്കാനും സേവനങ്ങൾ മെച്ചപ്പെടുത്താനും കഴിഞ്ഞ 1 വർഷത്തിനിടെ നിരവധി നടപടികൾ ഒമാനിൽ നടപ്പാക്കി വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് പുതിയ തീരുമാനം. ഗാർഹിക തൊഴിലാളികൾ, സമാന വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ, സ്വകാര്യ മേഖലയിലെ വിദഗ്ധർ അല്ലാത്ത തൊഴിലാളികൾ എന്നിവർക്ക് ഇനി വാണിജ്യ രജിസ്ട്രേഷൻ അപേക്ഷിക്കാൻ സാധിക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ. നിക്ഷേപ രംഗത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിനും വാണിജ്യ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന് അനുസൃതമായി കൊണ്ടുപോകുന്നതിനും വേണ്ടിയാണ് ഈ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നത്. സർക്കാർ സ്വകാര്യ മേഖലകളിലെ ജീവനക്കാർക്ക് സ്വന്തമായി സംരംഭം തുടങ്ങാനും ചില നിബന്ധനകളുണ്ട്. വിദേശ മൂലധന നിക്ഷേപ നിയമപ്രകാരം പ്രത്യേക വ്യവസ്ഥകൾ പാലിച്ചിരിക്കണം. തൊഴിലാളികളുടെ അനുമതി നേടണം. നിലവിലുള്ള ജോലി കരാർ അവസാനിപ്പിക്കണം. ഇതൊക്കെയാണ് പ്രധാന വ്യവസ്ഥകളായി മന്ത്രാലയം പറഞ്ഞു വെക്കുന്നത്. ഒമാൻ സർക്കാർ സ്വദേശീവൽക്കരണം പ്രോത്സാഹിപ്പിക്കാൻ വിവിധ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പരിശീലന പരിപാടികൾ, സാമ്പത്തിക ആനുകൂല്യങ്ങൾ, കർശന നിയമങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. 2024 സെപ്റ്റംബർ മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ തൊഴിൽ നിയമങ്ങൾ സ്വകാര്യ മേഖലയിലെ സ്വദേശീവൽക്കരണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഒമാനിലെ സ്വദേശീവൽക്കരണം പ്രവാസികളെ പലതരത്തിൽ ബാധിക്കാം. ഒമാനി പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും രാജ്യത്തിന്റെ തൊഴിൽ വിപണിയിൽ അവരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതും കാരണം പ്രവാസികളുടെ തൊഴിൽ സാധ്യതകളെ ഇത് കാര്യമായി ബാധിക്കുമെന്നാണ് പറയുന്നത്. അടിമപ്പണിയിൽ നിന്ന് തൊഴിലിടങ്ങളിലെ അവകാശ സംരക്ഷണത്തിനായി ചരിത്രപരമായി നൂറ്റാണ്ടുകൾ നീണ്ട സമര പ്രക്ഷോഭങ്ങൾ വേണ്ടി വന്നിരുന്നു. ലാഭകണ്ണിൽ മാത്രം ലക്ഷ്യമിടുന്ന പുതിയ ലോക സാമ്പത്തിക ക്രമത്തിൽ തൊഴിലാളികൾ ചരിത്രപരമായി നേടിയെടുത്ത അവകാശ ആനുകൂല്യങ്ങൾക്ക് പലപ്പോഴും വില തൊഴിൽദാതാക്കൾ നൽകുന്നില്ല. തൊഴിൽ സുരക്ഷയായിരുന്നു ലോകമെമ്പാടും തൊഴിലെടുക്കുന്നവരുടെ ആശയും ആശ്രയവുമെല്ലാം. നാട്ടിലുള്ളതെല്ലാം കളഞ്ഞ് വിദേശത്ത് പോയി ജോലി ചെയ്യുന്നവരുടെ ഉത്കണ്ഠ തൊഴിൽ സുരക്ഷയെ പറ്റി തന്നെയാണ്. പല ഗൾഫ് രാജ്യങ്ങളിലും സ്വദേശീവൽക്കരണം കടുപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.